ഒരുപാട് ഏജ്ഡ് ആവാതെ ഒരു 25ൻ്റെ ഉള്ളിൽ തന്നെ ഇത് സ്വന്തമായിട്ട് എല്ലാം വേണം. ഒരാൾ മന്ത്ലി മേടിക്കുന്ന സാലറി ഒക്കെ എനിക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നു, അതൊക്കെ വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഈ കാറൊക്കെ എടുത്തില്ലേ, ഇങ്ങനെയാണല്ലേ ട്രേഡ് ചെയ്ത് ഉണ്ടാക്കല്ലേ, അങ്ങനെ ഒരു ചോദ്യം. പക്ഷെ അങ്ങനെയല്ല, ട്രേഡ് ചെയ്തിട്ടായാലും നമ്മൾ കുറച്ച് റിസ്ക് ഒക്കെ ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഒരു മനസ്സിലാക്കണില്ല. പെട്ടെന്ന് എല്ലാം കിട്ടും എന്നുള്ളൊരു വിചാരമാണ്. ഇപ്പോൾ എപ്പോഴും പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ഡിഗ്രി ഒരു പഠിക്കുന്ന സമയത്ത് എന്നാൽ ശരി കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇൻകം ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ എല്ലാവരും ഓരോ പാർട്ട് ടൈം ജോബും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ട്രേഡിങ് ഉള്ളത് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അത് എല്ലാവരും പറയണത് ഈ ട്രേഡിങ് ചെയ്യണ്ട, ഇല്ലെങ്കിൽ അതൊരു നെഗറ്റീവായിട്ടുള്ള അങ്ങനെയില്ല. എനിക്ക് ട്രേഡിങ് ചെയ്താൽ ഓക്കെയാണ്, അത് ട്രേഡ് ചെയ്ത് ഇൻകം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. സോ കരുതി ട്രേഡിങ് പഠിക്കാം. അങ്ങനെ ഫിൻഫിറ്റിലോട്ട് വന്നു, പഠിച്ചു. ഇപ്പോൾ നന്നായി പോണു. ഡ്രീംസൊക്കെ ഇങ്ങനെ അച്ചീവ് ചെയ്യാൻ ഉള്ള എമൗണ്ടൊക്കെ എനിക്ക് തന്നെ സ്വയം ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇൻകം ഉള്ളവർക്ക് എപ്പോഴും ഒരു വാല്യൂ ഉണ്ട്. ഇൻകം ഇല്ലാത്തവരെ ഒരാളെയും ഇൻകം ഉള്ള ഒരാളെയും വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇൻകം ഉള്ള ഒരാൾക്ക് എന്തായാലും നമ്മളൊരു വാല്യൂ കൊടുക്കും. എന്തായാലും മണിയാണ് ഇമ്പോർട്ടൻറ്റ്. അതുള്ളവർക്കാണ് ഇപ്പോൾ നമ്മുടെ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ മണി ഉള്ളവർക്കാണ് വാല്യൂ.